നമ്മുടെ ജീവിതത്തിൽ, ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരത്ഭുതമെങ്കിലും അനുഭവിക്കാത്ത ഒരാളെങ്കിലും ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Each and everyone who is standing here today have at least one testimony to testify that God is good in our life. Correct? ഇന്നലെ ഞങ്ങൾ സഹോദരന്മാരുടെ മീറ്റിങ്ങിൽ ഞങ്ങൾ ഓരോ സഹോദരങ്ങൾ അവരുടെ ജീവിത ദൈവസന്നിധിയിൽ അവർ ലഭിച്ച അനുഭവങ്ങളെയൊക്കെ പങ്കിടുന്ന ഒരു പരമ്പര ഞങ്ങൾ തുടങ്ങി. അങ്ങനെ ഇന്നലെ പ്രിയ ജോൺസൻ്റെ ഒരു ടെസ്റ്റിമണി കേൾക്കുവാൻ ഇടയായി. എന്നെ വളരെയധികം അത് സ്വാധീനിച്ചു, എനിക്ക് വളരെ ഉത്സാഹം പകർന്നു. തൻ്റെ വിദ്യാഭ്യാസ കാലത്ത് MG യൂണിവേഴ്സിറ്റി, എല്ലാവരും കേട്ടില്ലല്ലോ, അതുകൊണ്ട് മാത്രം ഞാനൊന്ന് അത് ടച്ച് ചെയ്തു പോവുകയാണ്. MG യൂണിവേഴ്സിറ്റിയിലെ ബ്രേക്ക് സിസ്റ്റമുണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ. ഇപ്പം നമ്മൾ 5 പേപ്പർ ഉണ്ടെങ്കിൽ 5 പേപ്പറും ക്ലിയർ ചെയ്തെങ്കിലേ അടുത്ത ഇതിലേക്ക് പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ 6 മാസം എടുക്കും. അങ്ങനെ 4-4.5 വർഷത്തിൻ്റെ കോഴ്സ് ചിലർ എന്നോട് പറഞ്ഞ അത്ര ഇന്നലെ പറഞ്ഞ 7-8 വർഷം വരെ എടുക്കുന്ന ഒരു സാഹചര്യമാണ്. തൻ്റെ ആ ടേൺ വന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, തനിക്കൊരു പേപ്പർ പോകുവാൻ ഇടയായി. എന്നാൽ അന്നേരം യൂണിവേഴ്സിറ്റി ദേ ചേഞ്ച് ദ ലോ, അവർ നിയമം മാറ്റി, ആ ബ്രേക്കിന് ഇടവരാത്ത രീതിയിൽ ആ നിയമം മാറ്റി. അതുകൊണ്ട് തനിക്ക് ഇയർ നഷ്ടപ്പെടുവാൻ ഇടയാകാതെ താൻ അടുത്ത ആ ഇയറിലേക്ക് പോയി. എന്നാൽ അവിടെ അത് നിന്നില്ല, ഉടനെ തന്നെ താൻ ആ മുന്നോട്ട് പോയതിൻ്റെ ആ സമയത്ത് തന്നെ യൂണിവേഴ്സിറ്റി ദേ റിവേർട്ടഡ് ദ ലോ, അതായത് തിരിച്ചാ ലോ ആക്കി. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റി എഴുതുന്ന പ്രൈസ് ദി ലോർഡ് ഒരു ദൈവസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ വെറുതെ ജീവനില്ലാത്തൊരു ദൈവസന്നിധിയിലല്ല നിൽക്കുന്നത്, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവസന്നിധിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓരോ കാര്യത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതിന്മേൽ ദൈവം ഒരു മറുപടി നൽകും. ആ അത്ഭുതവാനായ ദൈവസന്നിധിയിലേക്ക് നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റം ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നമുക്ക് നിൽക്കാം. ഹല്ലേലൂയ. പലരും നമ്മൾ ക്ഷീണിതരാണ്, എന്നാൽ ദൈവം തരുന്ന ആ ആരോഗ്യത്തിനാണ് സ്തോത്രം. ദൈവദാസൻ ഉൾപ്പെടെ പനിയാലൊക്കെ ഭാരപ്പെടുന്നു, എന്നാൽ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ആരോഗ്യത്തെ നൽകുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ നോക്കി വിളിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 ശമൂവേൽ 6-ാം അധ്യായത്തിൽ ആരാധനയെ സംബന്ധിച്ച് നമ്മളെപ്പോഴും കാണുന്ന ഒരു ഭാഗമാണ് ദാവീദ് പെട്ടകത്തെ കൊണ്ടുവരുന്ന ഒരു ഭാഗം. അത് ഓബേദ് ഏദോമിൻ്റെ ഭവനത്തിലായിരുന്നു. അത് 1 ശമൂവേൽ 6-ാം അധ്യായത്തിൽ കാണുന്നു. പിന്നീട് വരുന്നത് നമ്മൾ 2 ശമൂവേൽ 6-ാം അധ്യായത്തിലാണ്. വളരെ വാദ്യമേളത്തോടെ അങ്ങേറ്റം ആനന്ദത്തോടെ ദാവീദ് വന്ന് ആ പെട്ടകത്തെ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രയാസമുണ്ടായി, അതെല്ലാം നമുക്കറിയാം. ഉസ ദൈവത്താൽ മരണപ്പെട്ടു. എന്നാൽ വീണ്ടും പെട്ടകം അവിടെ വെക്കുവാനിടയായ വേറൊരു ഭാഗത്ത്, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കല്ല പോകാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ വളരെ ശക്തമായിട്ട് അവർ ദൈവസന്നിധിയിൽ അവിടെ നമ്മൾ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അങ്ങനെ ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും ആർപ്പോടും കാഹളനാദത്തോടും കൂടെ യഹോവയുടെ പെട്ടകം കൊണ്ടുവന്നു. സോ ഡേവിഡ് ആൻഡ് ഓൾ ദ ഹൗസ് ഓഫ് ഇസ്രായേൽ ബ്രോട്ട് അപ്പ് ദ ആർക്ക് ഓഫ് യഹോവ with shouting and with the sound of trumpet, and David danced before Jehovah with all his might. അതെന്തുകൊണ്ടാണ്? ദാവീദിനെ അറിയാം, അവൻ അനുഭവിച്ച ഒരു ദൈവത്തെയാണ് താൻ ആരാധിക്കുന്നത്. ഇന്നലെ ഞങ്ങളത് സംസാരിപ്പാൻ ഇടയായി തീർന്നു. ഒരുപക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ when you are not experiencing the God in the way how it should be, then you don't feel like worshiping. എന്നാൽ ദൈവസന്നിധിയിൽ നിന്നും നമ്മളൊരു സന്തോഷം, ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ അനുഭവിച്ച വ്യക്തിക്ക് ആരാധിക്കാതെ ഇരിക്കുവാൻ സാധ്യമല്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ അതിലേക്കല്ല ഞാൻ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ 18-ാം വാക്യം, അതാണ് എന്നെ വളരെ ശ്രദ്ധിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. If you pay attention to the verse number 18, it says, and when David had made an end of offering the burnt offering and the peace offerings, he blessed the people in the name of Jehovah host. അപ്പോൾ ആരാധനയ്ക്ക് അതിൻ്റെ ഒരു അനന്തരഫലം എന്താണെന്നറിയാമോ? യഹോവയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് ഏറ്റു പറയാമോ? യഹോവയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ഞായറാഴ്ച ഇവിടെ വന്നിട്ട് അവസാനം ദൈവദാസന്മാർ ദൈവജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ പ്രെയർ ലൈനും മറ്റുള്ളിടത്തൊക്കെ നമ്മൾ പറയുമ്പോൾ ഓരോ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു.
അപ്പോൾ പ്രിയമുള്ളവരെ, when we are here today to worship God, there is something will happen. There is a result for that. That is the blessings of Lord Almighty. നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം അനുഗ്രഹിക്കപ്പെടും. അത് വെറുതെ നമ്മളെ തന്നെയല്ല അനുഗ്രഹിക്കേണ്ടത്, നമ്മുടെ കൂട്ടു സഹോദരനെ നമ്മൾ അനുഗ്രഹിക്കണം, ദൈവസഭയെ നമ്മൾ അനുഗ്രഹിക്കണം. ഇവിടെ നമ്മൾ കാണുന്നുണ്ട് ദാവീദ് എന്താണ് ചെയ്തെന്നറിയാമോ? സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ആരെ അനുഗ്രഹിച്ച്? തൻ്റെ ജനത്തെ, തനിക്ക് കീഴ്പ്പെടുത്തി തന്ന, താൻ ഭരിക്കുന്ന തൻ്റെ പ്രജകളെ ദാവീദ് അനുഗ്രഹിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ദൈവസഭയിൽ ആരാധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കുക. എപ്പോഴും നമ്മുടെ റിജോൺ ബ്രദർ ഞങ്ങൾ പല കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ ഒരു വിഷയത്തിന് വേണ്ടി വിടുതൽ വേണോ, നിങ്ങൾ ആദ്യം മറ്റുള്ളവരുടെ അതേ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, അപ്പോൾ നമുക്കൊരു വിടുതൽ സംഭവിക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ വീണ്ടും നമുക്ക് ആ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ കാണുന്നു, അനന്തരം ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ എന്ന് കാണുന്നുണ്ട്. അവിടെ മീകളുടെ വിഷയമാണ്, എന്നാൽ അതിലേക്കല്ല ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ അവൻ ഇസ്രായേലിൻ്റെ സർവ്വസംഘവുമായ സകല ജനത്തിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആളൊന്നിന് ഒരു അപ്പവും ഒരു കഷ്ണം മാംസവും ഒരു മുന്തിരിയുടെയും വീതം പങ്കിട്ട് കൊടുത്തു. ജനമൊക്കെയും താൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 2 കാര്യമാണ് നമ്മൾ കാണുന്നത്. ദാവീദിന് മനസ്സിലായി, ഞാൻ ആരാധിക്കുന്നത് എന്തുകൊണ്ടാണ്. മീകള് ദാവീദിനെ കളിയാക്കി പറഞ്ഞപ്പോൾ ആ 22-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ഞാൻ ഇനിയും ഇതിലധികം ഹീനനും എൻ്റെ കാഴ്ചയ്ക്ക് എളിയവനുമായിരിക്കും. നീ പറഞ്ഞ ദാസികളാലോ എനിക്ക് മഹത്വമുണ്ടാകും. ആൻഡ് ഐ വിൽ ബി യെറ്റ് മോർ വൈൽഡ് ദാൻ ദിസ് ആൻഡ് വിൽ ബി ബേസ് ഇൻ മൈൻ ഓൺ സൈറ്റ് ബട്ട് ഓഫ് ദ ഹാൻഡ്മെയ്ഡ്സ് ഓഫ് ഹും ദൗ ഹാസ് സ്പോക്കൺ ഓഫ് ദം ഷാൽ ഐ ബി ഹാഡ് ഇൻ ഓണർ. അതായത് ദൈവസന്നിധിയിൽ എനിക്ക് മാനമുണ്ടാകും, എനിക്കൊരു അനുഗ്രഹമുണ്ടാകും, ഞാൻ മറ്റുള്ളവരെ അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ആ ഒരു ആത്മീയ കാഴ്ചപ്പാടോടെ കടന്നു വരാം. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആരാധിക്കാം. ആദ്യമായിട്ട് നമ്മൾ നല്ല ദേവനെ ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ. അത് പാടി ദൈവസന്നിധിയിൽ ആരാധനയോടെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാം. നമുക്ക് ചേർന്ന് പാടാം. പച്ചമേച്ചിലിൽ ഞങ്ങൾ മേഞ്ഞിടുവാനാ മെച്ചമായ ഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമായ ഹാരത്തെ നീ നൽകിടേണമേ. അന്ധകാരമാമീ ലോകയാത്രയിൽ അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ഇമ്പമേറിയാനിൻ അൻപുള്ള സ്വരം ഇമ്പമേറിയാനിൻ അൻപുള്ള സ്വരം മുൻപേ നടന്നു സദാ കേൾപ്പിക്കേണമേ. മുൻപേ നടന്നു സദാ കേൾപ്പിക്കേണമേ. വേദവാക്യങ്ങൾ ഞങ്ങൾക്ക് ആധാരമാകാം. വേദവാക്യങ്ങൾ ഞങ്ങൾക്ക് ആധാരമാകാം. വേദനാഥനേ നിന്റെ
നൽകുകേ വേദനാഥനേ നിൻ ജ്ഞാനം നൽകുകേ സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ താതനാത്മനു പ്രിയ നിത്യപുത്രനു താതനാത്മനു പ്രിയ നിത്യപുത്രനു സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ ആമേൻ നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും ആമേൻ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷം സദാ ഞങ്ങൾ ചിന്തയിൽ വാഴാൻ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ സന്തോഷത്തെ ഞങ്ങൾക്കിന്നു ദാനം ചെയ്യുകേ ആമേൻ താതനാത്മനും പ്രിയ നിത്യപുത്രനും താതനാത്മനും പ്രിയ നിത്യപുത്രനും സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ സാദരം സ്തുതി സ്തോത്രം എന്നും ചൊല്ലുന്നേ ആമേൻ നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ല ദേവനേ ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ ആമേൻ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നല്ലതാക്കി നിന്നിഷ്ടത്തെ ചൊല്ലിടേണമേ നമ്മളെ നല്ലവരാക്കി അവിടുത്തെ ഇഷ്ടപ്രകാരം നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ ജീവനെ തന്ന് നമ്മളെ വീണ്ടെടുത്തവനായ നമ്മുടെ യേശു കർത്താവ്, ആ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല. മാനുഷ്യ സ്നേഹങ്ങളെല്ലാം വ്യർത്ഥമാണ് പ്രിയമുള്ളവരെ, നമുക്കതറിയാമല്ലോ. എന്നാൽ നമ്മൾ ആ അഗാപ്പേ ലവ്, ആ സ്വർഗീയ സ്നേഹത്തിന് മുമ്പാകെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ സ്നേഹത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ദൈവസ്നേഹം നമ്മളിലേക്കൊന്ന് നിറയുവാനിടയായിത്തീരും. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ 1-2 വാക്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ആ 5-ാം അധ്യായം, ആ 2 കൊരിന്ത്യർ 5-ാം അധ്യായം വളരെ വളരെ ഡീപ്പായിട്ടുള്ള ഡീപ്പ് സ്പിരിച്വൽ മിസ്റ്ററീസ് ആർ ഹിഡൻ ഇൻ ദാറ്റ് ചാപ്റ്റർ. വളരെ ആത്യന്തികമായിട്ടുള്ള ആത്മീയ മർമ്മങ്ങൾ അതിൽ മറഞ്ഞു കിടപ്പുണ്ട്. നമുക്കതിനെ മൊത്തത്തിൽ കണ്ടാൽ ആ അധ്യായം റീകൺസിലിയേഷൻ, വചനത്തിൽ കൂടിയുള്ള നിരപ്പ് പ്രാപിക്കുന്ന ഒരു അനുഭവത്തെ നമ്മളിവിടെ കാണുന്നുണ്ട്. ഇവിടെ ആദ്യം നമ്മൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ കൂടാരത്തെക്കുറിച്ച് സിസ്റ്റർ അവിടെ മെൻഷൻ ചെയ്യാൻ ഇടയായി തീർന്നു. അവിടെ നമ്മൾ ഇങ്ങനെ കാണുന്നു: കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾ സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ പ്രത്യാശ? വാട്ട് ഈസ് അവർ ഹോപ്പ്? അവർ ഹോപ്പ് ഈസ് നോട്ട് ഇൻ ദിസ് വേൾഡ്ലി ഹൗസസ് ഓർ വേൾഡ്ലി വെൽത്ത്. ഈ ലോകത്തിൻ്റെ സമ്പത്തല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. എന്നാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? നിത്യതയാണ്. യെസ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. അടുത്ത നിമിഷം
ഹല്ലേലൂയ, ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, എൻ്റെ ആത്മാവിൻ്റെ നിത്യത എവിടെയാണ് എന്നുള്ള ആ ധൈര്യം എനിക്കുണ്ട്. ആ ധൈര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ഞങ്ങൾ എല്ലായ്പ്പോഴും ധൈര്യപ്പെട്ടും ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോടകുന്ന പരദേശികളായിരിക്കുന്നു എന്നറിയുന്നു. യെസ്, വി ആർ പിൽഗ്രിംസ് ഇൻ ദിസ് വേൾഡ്. ഇവിടെ നമ്മൾ പരദേശികളാണ് പ്രിയമുള്ളവരെ. ഇതെല്ലാം നശിച്ചു പോകും. എന്നാൽ നമുക്ക് നിത്യമായിട്ടുള്ളത് സ്വർഗീയ നിത്യതയാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കാണുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പിന്നെയും നമ്മൾ ഇങ്ങനെ അതിൻ്റെ താഴെ 13, 14 വാക്യങ്ങളിൽ അല്ലെ 15 വാക്യങ്ങളിൽ 15ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ്? നമ്മൾ അല്പം ആഹാരം കഴിച്ചു, അല്ലെങ്കിൽ ആഹാരം കഴിച്ചു, അല്ല ജോലി ചെയ്തു, എന്തെങ്കിലും സമ്പാദിച്ചു, എന്തെങ്കിലും നമ്മൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടി അനുഭവിക്കുന്ന ഒരു ജീവിതത്തിനായിട്ടാണോ ഒരു വിശ്വാസിയുടെ ജീവിതം? തീർച്ചയായിട്ടും അല്ല. നമ്മുടെ ജീവിതം ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിന് വേണ്ടി മാത്രമാണ്. അതാണ് നമ്മളെ ജീവിപ്പിക്കുന്നത്. എന്നാൽ അതിൻ്റെ 17ാം വാക്യമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. I want to draw your attention to the verse number 17. It says, wherefore if any man is in Christ, he is a new creature. ചില വേർഷനിലെ ന്യൂ ക്രിയേഷൻ എന്നാണ് കാണുന്നത്. പുതിയ സൃഷ്ടിയാകുന്നു. The all things are passed away, behold they are become new. Praise the Lord. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിവിടെ വന്നിരിക്കുന്നത് ആ പുതുമ ആഘോഷിക്കാനാണ്. വി ആർ സെലിബ്രേറ്റിംഗ് ദ ക്രോസ് എവറി സൺഡേ. Every time we are come before the presence of God, we are celebrating Jesus Christ. അതുകൊണ്ടാണ് വിശ്വാസികൾ കടന്നു വരുമ്പോഴൊക്കെയും ആരാധിക്കുമ്പോഴൊക്കെയും നമ്മൾ ആഘോഷിക്കുകയാണ്. എന്തിനെ? ആ ക്രൂശിനെ ആഘോഷിക്കുന്നു, ആ യേശുവിനെ ആഘോഷിക്കുന്നു. യേശു കർത്താവ് എന്നിൽ ചെയ്ത ആ പുതിയ സൃഷ്ടിയെ ഞാൻ ആഘോഷിക്കുകയാണ്. ആ പുതുമയെ നമ്മൾ ആഘോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ വീണ്ടും ഏൽപ്പിച്ചു കൊടുത്ത് അടുത്ത 2 ഗാനങ്ങൾ ചേർന്ന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആരോഗ്യത്തിനനുസരിച്ച് ദൈവത്തിൽ ആരാധിക്കാം. സന്തോഷത്തോടെ. ആരാധനയല്ല, അതൊരു ആഘോഷമാണ്. അതുകൊണ്ടാണ് പിശാചിന് അത് പേടി. നമ്മൾ ആഘോഷിക്കുമ്പോഴൊക്കെയും അവന് പേടിയാ. കാര്യം യേശുവിൻ്റെ നാമം പറയുമ്പോഴെല്ലാം അവൻ പരാജയപ്പെടുകയാണ്. നമുക്ക് ദൈവസനയിൽ ആ കുഞ്ഞാൻ്റെ രക്തം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പാടാം. ദൈവസന നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കോയറിനോട് ചേർന്ന് നമുക്ക് പാടാമല്ലോ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിയിടും. മഹത്വം രക്ഷകാ സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. മേരാമൻ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആർപ്പോട് നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധി. ആർപ്പോട് നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ. ആമേൻ. മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരോധി. ലഭിക്കും
പ്രാപിക്കും വന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. എൻ ഭാഗ്യകാലൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. ആമേൻ. എൻ ഭാഗ്യകാലം ഓർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നു. ആമേൻ ആമേൻ. ഈ ലോകസുഖം തള്ളി ഞാൻ ആ ഭാഗ്യം കണ്ടപ്പോൾ. നിത്യമാം രാജ്യത്തിൽ അന്നു ഞാൻ വാണിടും. രാജഭൂതം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. മനോഹരമാം സീയോനിൽ ഞാൻ വേഗം എൻ ക്ലേശമാകെ നീങ്ങിപ്പോ എത്തുമ്പോൾ. മനോഹരമാം സീയോനിൽ ഞാൻ വേഗം എൻ ക്ലേശമാകെ നീങ്ങിപ്പോ എത്തുമ്പോൾ. നിത്യമാം സന്തോഷം പ്രാപിക്കും വന്നു ഞാൻ. ശത്രുവിനതു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. ആമേൻ ആമേൻ ആമേൻ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീയേശുരാജൻ മുൻപാകെ. ആമേൻ ആമേൻ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ആമേൻ ആമേൻ ആമേൻ. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ജയം പാടി. ആമേൻ ആമേൻ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. ഹല്ലേലൂയ. തൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടി. ആമേൻ ആമേൻ ആമേൻ. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചേറ്റിൽ നിന്നെ വീണ്ടെടുത്തതിനാ സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. ആമേൻ ആമേൻ ആമേൻ. സ്തുതിക്കും അങ്ങേ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങും. എൻ ദൈവമേ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു മോദമായി. എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയ. ഹല്ലേലൂയ. ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ. ഇഷ്ടം എന്നിൽ പൂർണ്ണ. സ്വർഗീയ പിതാവേ സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. ആമേൻ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം. ഹല്ലേലൂയ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലാക്കണേ. നിർഹിതം ചെയ്തോരാം നിൻ സുധനെ പോലെ. നിർഹിതം ചെയ്തോരാം നിൻ സുധനെ പോലെ. ഇന്നു ഞാൻ വരുന്നേ നിർഹിതം ചെയ്താ. ആമേൻ. ഇന്നു ഞാൻ വരുന്നേ നിർഹിതം ചെയ്താ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി. എന്റെ ഇഷ്ടം അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയ. അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള നിഹിതമെന്നു ഞാൻ അറിയുവാൻ. ആമേൻ. നന്മയും പൂർണ്ണപ്രസാദവുമുള്ള നിഹിതമെന്നു ഞാൻ അറിയുവാൻ. എൻ മനം പുതുക്കി മാറിടുന്ന നിത്യം. എൻ മനം പുതുക്കി മാറിടുന്ന നിത്യം. നിന്നെ മണലിക്ക് ലോകരാവൻ. നിന്നെ മണലിക്ക്
ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ടവേ ഇഷ്ടം എന്നെ പൂർണ്ണമാവേ രാമേ രാമേ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ ഞാനവനുള്ള കൈയിരിക്കയാ ആരുമില്ലേ ഒരു ദോഷം ചെയ്യൂ ആമേ ഞാനവനുള്ള കൈയിരിക്കയാ ആരുമില്ലേ ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാമേ ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം നാമേ ഞാനറിയുന്നു നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട അങ്ങേ ഇഷ്ടമേ രാമേ 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 ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എന്നെ അറിയുന്നു ആമേൻ എൻ തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ എന്നെ അറിയുന്നു ഒന്നതിൽ നിലത്തൂവീണമേ ആമേ ഒന്നതിൽ നിലത്തൂവീണമേ ഉന്നതനറിഞ്ഞേ സാധ്യമായിരുന്നു ഉന്നതനറിഞ്ഞേ സാധ്യമായിരുന്നു എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്നു ബോധമായി എന്റെ ഇഷ്ടമോ ശമനയാത്രേ ആമേ 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 എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിരുന്നു ആമേൻ യേശു ക്രിസ്തുവിൻ ശരീരയാഗത്താൽ ഉള്ള ഇഷ്ടത്തിൽ ഞാൻ ശുദ്ധനായിരുന്നു ഓ ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്തം പ്രാപിച്ചേ ദൈവ ഇഷ്ടം ചെയ്തു ഹല്ലേലൂയ പൂർണ്ണ സഹിഷ്ണുതായ പ്രിയ പൂർണ്ണ സഹിഷ്ണുതായ പ്രിയോ എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു ബോധമായി എന്റെ ഇഷ്ടം ഒന്നും വേണ്ട ഹല്ലേലൂയ അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണമേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട ഞാൻ കുതിച്ചു നേറ്റം ഞാൻ കുതിച്ചു നേറ്റം ജീവിച്ചിടുന്നു എന്റെ രക്ഷകന്റെ ഇഷ്ടമെല്ലാം ചെയ്തു എന്റെ രക്ഷകൻ ഇഷ്ടമെല്ലാം ചെയ്തു വേല വീഴയ്ക്കുന്ന എന്റെ ആഹാരം വേല വീഴയ്ക്കുന്ന എന്റെ ആഹാരം എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നപ്പ ഞാനിന്നു ബോധമായി ഇഷ്ടം ഒന്നും വേണ്ട അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ എന്റെ ഇഷ്ടം ഒന്നും വേണ്ട അങ്ങേ ഇഷ്ടം എന്നെ പൂർണ്ണമാക്കണേ
പരിശുദ്ധാത്മാവേ ജഗദത്തന ദീപങ്ങളെയാ നിന്നെ ഇഷ്ടം ചെയ്യുവാൻ നിന്റെ വേല തികയ്ക്കുവാൻ നിഗരഗരാജഗരത്തന വൈരഗരക്കര വൈഷമാരിയാത്തനെ ഭോജനത്താൽ നടത്തുന്ന കർത്താവേ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ദിവന വൈരാരികള ശൈലകനാരികള പരിശുദ്ധാത്മാവേ 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 പ്രൈസ് ലോർഡ്. നമ്മുടെ ആ ലാസ്റ്റ് കോറസ് ഒന്ന് ദൈവാത്മാവ് വളരെ ശക്തമായിട്ട് എന്നോട് ഇടപെടുന്നത്, അതുകൊണ്ട് മാത്രം നമുക്കൊന്ന് അത് സ്ലോ ആയിട്ട് ഒന്ന് പാടാം. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്റെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാ, എന്റെ പ്രാണനെ ഞാൻ യാഗമാക്കുന്നു. എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, എന്നെ തകർത്തിടാൻ താതനിഷ്ടമെങ്കിൽ, തൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ, തൻഹിതമെന്നിൽ സമ്പൂർണമാകട്ടെ. ജീസസ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഷ്ടങ്ങൾ ദൈവം തരുന്നതാണെങ്കിൽ അതിൽ നമുക്ക് സന്തോഷിക്കാം. അഥവാ നമ്മളെ തകർക്കുവാനാണ് ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ സമ്പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മൾ പ്രസാദിക്കും. അതിനകത്ത് നമ്മളെ ഏൽപ്പിക്കാം. തുടർന്നുള്ള ആരാധനയുടെ എല്ലാ ഘടകങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.